എല്ലാവർക്കും AWS മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു അസൂറിലൊരു സർവീസ് എങ്ങനെ ലോഞ്ച് ചെയ്യാമെന്ന്. സോ ഇതിന് നമുക്കൊരു അസൂറിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ആ പാർട്ട് കാണിക്കാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ അസൂറിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗൂഗിളിൽ അസൂർ ഫ്രീ ട്രയൽ സെർച്ച് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം അസൂർ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് വെർഷനാണ്. അതുകൊണ്ട് തന്നെ ആ ലിങ്ക് azure.microsoft എന്ന ലിങ്കാണ് കാണുക. ദെൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അസൂറിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സർവീസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ചില സർവീസ് നമുക്ക് ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാം. ദെൻ ചില സർവീസ് ലൈഫ് ടൈമായിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. കൂടാതെ ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് $200 ഫ്രീ ആയിട്ട് കിട്ടും. ഈ $200 വെച്ച് നമുക്ക് പെയ്ഡ് സർവീസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പെയ്ഡ് സർവീസ് പഠിക്കാനോ അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനോ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഈ $200 ക്രെഡിറ്റ് വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു മാസം മാത്രമേ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും അത് എക്സ്പയർ ആയി പോകും. പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താ പറഞ്ഞാൽ നമ്മളൊരു അസൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, പക്ഷേ പിന്നീട് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തിന് നമ്മുടെ ഈ ഒരു മാസത്തെ സമയം കഴിയുകയും ഈ $200 വേസ്റ്റ് ആവുകയും ചെയ്യും. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, എന്നാൽ മാത്രമേ ആ $200 പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഏകദേശം ഒരുപാട് പോപ്പുലർ സർവീസ് വിത്ത് ലിമിറ്റഡ് ഫീച്ചർ നമുക്ക് ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മറ്റു കുറേ സർവീസസ് ലൈഫ് ടൈമായിട്ട് വിത്ത് ലിമിറ്റഡ് വെർഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഏതൊക്കെ സർവീസാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം ആദ്യം. സോ ഒരു വർഷത്തേക്ക് നമുക്ക് ലിനക്സിൻ്റെ ഒരു വെർച്വൽ മെഷീനും വിൻഡോസിൻ്റെ ഒരു വെർച്വൽ മെഷീനും ഈ കോൺഫിഗറേഷനിൽ ചെറിയ കോൺഫിഗറേഷനാണ്, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന 2 വേർഷനാണ്. സോ ഇത് നമുക്ക് രണ്ടും ഈ ലിമിറ്റഡ് ഫീച്ചർ ഉള്ള വെർച്വൽ മെഷീൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ റീജിയനിലും ഇല്ല. സോ സെലക്റ്റഡ് റീജിയനിൽ മാത്രമാണുള്ളത്. സോ വേറെ റീജിയനിൽ ഇതേ കോൺഫിഗറേഷനിൽ സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ റീജിയനാണ് ഞാൻ കാണിക്കാം, ആ റീജിയനിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ദെൻ മാനേജ്ഡ് ഡിസ്ക്, അത് നമ്മുടെ വെർച്വൽ മെഷീനിൽ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ദെൻ അസൂറിലുള്ള S3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജാണ് ബ്ലോബ് സ്റ്റോറേജ്. ബ്ലോബ് സ്റ്റോറേജ് പറയുമ്പോൾ നമ്മുടെ ക്ലൗഡിൽ ഡാറ്റ സ്റ്റോർ ചെയ്തെക്കാൻ പറ്റുന്ന ഒരു സർവീസാണ്. ദെൻ ഫയൽ സ്റ്റോറേജ് ഡാറ്റാബേസ്, നമ്മുടെ SQL സെർവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അസൂർ വെർഷനാണ് SQL ഡാറ്റാബേസ്. അങ്ങനെ ഒരുപാട് സർവീസസ്. ഇത് NoSQLന് വേണ്ടിയിട്ടുള്ള നമ്മൾ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് ആണെങ്കിൽ SQL ഡാറ്റാബേസ് യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ക്ലൗഡ് വെർഷനിലുള്ള പല ആപ്ലിക്കേഷനും നമുക്ക് NoSQL ഡാറ്റാബേസ് യൂസ് ചെയ്യണം. അസൂറിൻ്റെ NoSQL ഡാറ്റാബേസ് ആണ് അസൂർ കോസ്മോസ് DB. അങ്ങനെ പല സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പല സർവീസസും നമുക്ക് ലിമിറ്റഡ് എഡിഷനിൽ ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വെർഷൻ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സർവീസസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കോൺഫിഗറേഷൻ, ഈ പറഞ്ഞ ഫ്രീ കോൺഫിഗറേഷൻ തന്നെ സെലക്ട് ചെയ്യാമെന്ന് ഉറപ്പ് വരുത്തണം. ദെൻ ഇതുകൂടാതെ തന്നെ ഒരുപാട് സർവീസസ് ഈ ഫ്രീ ട്രയൽ ഒരു വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ കുറച്ച് സർവീസസ്, ഏകദേശം 25ഓളം സർവീസസ് ലൈഫ് ടൈം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം വിത്ത് ലിമിറ്റഡ് വെർഷൻ അല്ലെങ്കിൽ ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറയാം. സോ അതിൽ വരുന്നതാണ് അസൂർ SQL, അസൂർ കോസ്മോസ് DB, ദെൻ അസൂർ DevOps, അങ്ങനെ ആക്റ്റീവ് ഡയറക്ടറി, അങ്ങനെ ഒരുപാട് സർവീസ് ഉണ്ട്. അതിൽ വരുന്ന മറ്റൊരു പോപ്പുലർ സർവീസാണ് SQL സെർവർ 2000 ഡാറ്റ ഡെവലപ്പർ എഡിഷൻ. സോ ഈ സർവീസസൊക്കെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം നമുക്കൊരു അസൂർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ. ഇനി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രമാണ്. സോ 1 ഇയർ ഫ്രീ ആയിട്ട് ഒരുപാട് പോപ്പുലർ സർവീസ് യൂസ് ചെയ്യാം. ദെൻ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഒരുപാട് സർവീസസ് യൂസ് ചെയ്യാം. ആദ്യത്തെ ഒരു മാസം പെയ്ഡ് സർവീസസ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമുക്ക് $200 ക്രെഡിറ്റും കിട്ടും. മാത്രമല്ല ഈ ഫ്രീ ട്രയൽ അക്കൗണ്ട് നമ്മൾ പേ ആസ് യു ഗോയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിടിക്കുള്ളൂ. സോ നമ്മൾ ആ $200 കഴിഞ്ഞ ശേഷം കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ പേ ആസ് യു ഗോയിലോട്ട് മാറ്റുക തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ഫ്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന പാർട്ടിലോട്ട് പോകും. സോ നമുക്ക് ആദ്യം തന്നെ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ ഒരു ജിമെയിൽ ID അല്ലെങ്കിൽ മറ്റ്
ഏതെങ്കിലും കമ്പനിയുടെ ഒരു മെയിൽ ഐ ഡി വേണം. സേ ഫോർ എക്സാമ്പിൾ ജിമെയിൽ അല്ലെങ്കിൽ യാഹുവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കൊരു ക്രിയേറ്റ് അക്കൗണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മെയിൽ ഐ ഡി ഒന്നുമില്ലെങ്കിൽ ഗെറ്റ് എ ന്യൂ ഇമെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഔട്ട്ലുക്കിലായിരിക്കും സാധാരണ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അതുകൂടാതെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും കൊടുക്കണം. അസൂറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. AWSൽ നമുക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ചില ബാങ്കിൻ്റെയൊക്കെ ഡെബിറ്റ് കാർഡും AWS അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അസൂറിൽ പലപ്പോഴും അത് ഫെയിലാവുന്നു. ക്രെഡിറ്റ് കാർഡ് തന്നെ നിർബന്ധമായിട്ട് ചോദിക്കുന്നതാണ്. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആദ്യം വരുന്ന ഒരു വിൻഡോ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. ഏകദേശം ഹോം എന്ന് പറയും. സോ ഏകദേശം ഈ ഒരു വിൻഡോ ആയിരിക്കും. നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ അസൂർ പോർട്ടലാണ്. ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്, എൻ്റെ കേസിൽ ഇതുവരെ യൂസ് ചെയ്ത് ചില പോപ്പുലർ സർവീസസ് ഇവിടെ കാണാം, റീസെൻറ്റ് സർവീസസ്. കൂടാതെ നമുക്ക് ഒരു മെനു ഓപ്ഷൻ ഉണ്ട്. ഈ മെനു ഓപ്ഷനിൽ സാധാരണ 2 വിൻഡോ ആണ് മെയിനായിട്ട് നമ്മൾ ഡീഫോൾട്ടായിട്ട് കാണുക. ഒന്ന് ഹോം അല്ലെങ്കിൽ ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഏതൊക്കെ സർവീസസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്ഷനാണ് ഇവിടെ കാണേണ്ടതെന്ന് നമുക്ക് കോൺഫിഗർ ചെയ്തുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഹോം സാധാരണഗതിയിൽ ഇത് വ്യൂ തന്നെ ആയിരിക്കും. പോപ്പുലർ സർവീസസും റീസെൻറ്റ് സർവീസസും പിന്നെ കുറച്ച് നാവിഗേഷൻ ബട്ടൺസൊക്കെ ആയിട്ട് ഉള്ളൊരിത്. കൂടാതെ ഈ പാർട്ട് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ പോർട്ടൽ സെറ്റിങ്സ്, ഈ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് പോർട്ടൽ സെറ്റിങ്സ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ ജനറൽ കോൺഫിഗറേഷനും ലാംഗ്വേജ് റീജിയണൽ കോൺഫിഗറേഷനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നമ്മുടെ ഡീഫോൾട്ട്, നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഡീഫോൾട്ട് വ്യൂ ഹോം ആയിരിക്കണോ ഡാഷ്ബോർഡ് ആയിരിക്കണോ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. കൂടാതെ ഈ ഒരു മെനു എങ്ങനെ വേണമെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ തീംസ്, നമ്മളിപ്പോൾ ഈ കാണുന്ന തീംസ് ഇപ്പോൾ വൈറ്റ് വേണോ അല്ലെങ്കിൽ ബ്ലാക്ക് വേണോ അല്ലെങ്കിൽ നൺ, ഈ ഒരു കാര്യം കൂടി സെറ്റ് ചെയ്യാം. അങ്ങനെ ചില ബേസിക് കോൺഫിഗറേഷനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ, സോ നമ്മൾ AWSൽ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന സർവീസ് വെർച്വൽ മെഷീനാണ്. വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു സെർവർ നമ്മൾ AWSൽ ലോഞ്ച് ചെയ്യാൻ നമ്മൾ EC2 എന്ന സർവീസാണ് യൂസ് ചെയ്തത്. ഇവിടെ അസൂറിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന ഒരു സർവീസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ AWSലാണെങ്കിലും അസൂറിലാണെങ്കിലും നമുക്ക് സർവീസസ് ലോഞ്ച് ചെയ്യാൻ നമ്മുടെ ആ പോർട്ടൽ, ഈ കാണുന്ന പോർട്ടൽ യൂസ് ചെയ്ത് ഗ്രാഫിക്കലായിട്ട് നമുക്ക് ജസ്റ്റ് സർവീസ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് കോൺഫിഗറേഷൻ സെലക്ട് ചെയ്ത് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതിക്കാണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ അല്ലെങ്കിൽ സർവീസസ് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിക്കാണ്ടും ലോഞ്ച് ചെയ്യാം. അതിന് പവർ ഷെല്ല് അല്ലെങ്കിൽ ക്ലൗഡ് ഷെല്ല് അങ്ങനെ പല ഓപ്ഷൻസ് കാണാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് വെച്ചിക്കാണ്ട് എങ്ങനെ ലോഞ്ച് ചെയ്യാമെന്നാണ്. ഒരു സർവീസ് ലോഞ്ച് ചെയ്യാൻ നമുക്ക് എയ്തർ ആ ഗ്രൂപ്പിലോട്ട് പോകാം. സേ ഫോർ എക്സാമ്പിൾ വെർച്വൽ മെഷീനിലെ ഗ്രൂപ്പിൽ പോയിട്ട് ആഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർച്വൽ മെഷീൻ സെലക്ട് ചെയ്ത് നമുക്ക് ഒരു വെർച്വൽ മെഷീൻ ലോഞ്ച് ചെയ്യാം. ഇല്ല എങ്കിൽ ക്രിയേറ്റ് റിസോഴ്സ് കൊടുത്ത് നമുക്ക് ഓരോ കാറ്റഗറി കാണാം. കമ്പ്യൂട്ട് കാറ്റഗറിയിൽ വെർച്വൽ മെഷീൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്ത് ആഡ് കൊടുക്കാം. അല്ല എങ്കിൽ ക്രിയേറ്റ് റിസോഴ്സ് പോയി ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. സോ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ട് ദെൻ വെർച്വൽ മെഷീൻ. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഓപ്ഷൻ സബ്സ്ക്രിപ്ഷൻ. സോ നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അസൂറിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്നത് ഫ്രീ ട്രയൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. നമുക്ക് ഒന്ന് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഒരേ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. സോ എൻ്റെ ഫ്രീ ട്രയൽ കഴിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ 2 സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്ന് അസൂർ ട്രെയിനിങ് ദെൻ പേ ആസ് യു ഗോ. രണ്ടും പേ ആസ് യു ഗോ സബ്സ്ക്രിപ്ഷനാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ മന്ത്ലി ഡിഡക്റ്റ് ചെയ്യും. സോ ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ദെൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട രണ്ടാമത്തെ ഓപ്ഷൻ റിസോഴ്സ് ഗ്രൂപ്പാണ്. റിസോഴ്സ് ഗ്രൂപ്പ് പറയുന്നത് ശരിക്കൊരു പ്രൊജക്റ്റ് പോലെ കൺസിഡർ ചെയ്യാം. നമ്മൾ ഓൾറെഡി നമുക്കുള്ള റിസോഴ്സ് ഗ്രൂപ്പിലോട്ട് നമ്മുടെ ഒരു റിസോഴ്സിനെ ലോഞ്ച് ചെയ്യാം.
അല്ലെങ്കിൽ നമുക്കൊരു പുതിയ റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ റിസോഴ്സ് ഗ്രൂപ്പിലോട്ട് നമ്മുടെ സർവീസിനെ ലോഞ്ച് ചെയ്യാം. സോ നമ്മളൊരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഫോൾഡറിനകത്ത് നമുക്കൊന്ന് കൂടുതൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു റിസോഴ്സ് ഗ്രൂപ്പ് വേണം. റിസോഴ്സ് ഗ്രൂപ്പ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ റിസോഴ്സും ഡിലീറ്റ് ആയിപ്പോകും. സോ നമ്മൾ ഒരു പ്രൊജക്റ്റിന് വേണ്ടി 5 റിസോഴ്സോ അല്ലെങ്കിൽ 10 റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ റിസോഴ്സിനെയും സെപ്പറേറ്റായി തിരഞ്ഞു പിടിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റിസോഴ്സ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ റിസോഴ്സും ഒന്നിച്ച് ഡിലീറ്റ് ആവും. അതുപോലെ മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ഒരു വെർച്വൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു വെർച്വൽ ഫോൾഡർ പോലെ ഈ റിസോഴ്സ് ഗ്രൂപ്പ് ആക്ട് ചെയ്യും. സോ നമുക്കൊരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ക്രിയേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് എടുത്ത് ഒരു പേര് കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഓൾറെഡി ഇല്ല ഏതെങ്കിലും റിസോഴ്സ് ഗ്രൂപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇത്രയും റിസോഴ്സ് ഗ്രൂപ്പ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സബ്സ്ക്രിപ്ഷൻ മാറ്റുന്നതനുസരിച്ച് അതിലുള്ള റിസോഴ്സ് ഗ്രൂപ്പ് മാറും. ഇപ്പോൾ പുതിയൊരു സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള റിസോഴ്സ് ഗ്രൂപ്പ് മാത്രമേ ഇപ്പോൾ കാണിക്കുള്ളൂ. സോ ഏത് ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതെന്ന് സെലക്ട് ചെയ്യാം. സോ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. VM. ദെൻ നമുക്ക് വെർച്വൽ മെഷീൻ ഒരു പേര് കൊടുക്കണം, നമ്മുടെ വെർച്വൽ മെഷീനും. സോ നമ്മൾ ഒരു കമ്പനിയിൽ ഒന്ന് കൂടുതൽ സിസ്റ്റങ്ങൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഇന്ന പ്രൊജക്റ്റിലെ മെഷീനാണ് അല്ലെങ്കിൽ ഡെമോ വെർച്വൽ മെഷീൻ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. സോ ഞാൻ ഡെമോ അതിന് VM സ്പേസ് ഇടുമ്പോൾ ഒരു എറർ കാണും. ഈ നെയിം അക്സെപ്റ്റബിൾ അല്ല, കാരണം സ്പേസ് കുറേ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. സോ ആ സ്പേസ് ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് അണ്ടർസ്കോർ എന്തെങ്കിലും യൂസ് ചെയ്യാം. ദെൻ അസൂർ അല്ലെങ്കിൽ AWS പോലെ തന്നെ അസൂറിന് ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഡാറ്റാ സെൻറ്റർ ഉണ്ട്. നമ്മൾ എവിടെയാണ് നമ്മുടെ സർവീസ് ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ സെർവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യാം. സോ റീജിയൻ എന്ന് പറയുമ്പോൾ ഏത് റീജിയനിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മൾ നമ്മുടെ സെർവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യാനാണ് ഈ ഓപ്ഷൻ ഉള്ളത്. സോ ഇവിടെ നമുക്ക് സർവീസ് അല്ലെങ്കിൽ റീജിയൻ സെലക്ട് ചെയ്യാം. സോ നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്തുള്ള റീജിയൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഞാനിപ്പോൾ ഈസ്റ്റ് US കൊടുത്ത് കുറച്ച് ദൂരെയാണ്. ദെൻ അവൈലബിലിറ്റി ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ 2 ഓപ്ഷനാണുള്ളത്, അവൈലബിലിറ്റി സോണ്, അവൈലബിലിറ്റി സെറ്റ്. അവൈലബിലിറ്റി സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈസ്റ്റ് US തന്നെ അസൂറിന് പല ഡാറ്റാ സെൻറ്റർ ഉണ്ടാവും. ഇതിൽ ഏത് ഡാറ്റാ സെൻറ്ററാണ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അവൈലബിലിറ്റി സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ റീജിയനിലും ഒന്ന് കൂടുതൽ ഡാറ്റാ സെൻറ്റർ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ റീജിയനിലും അവൈലബിലിറ്റി സോൺ എന്ന ഓപ്ഷൻ കിട്ടണമെന്നില്ല. സോ നമുക്ക് അവൈലബിലിറ്റി സോണാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 2-3 ഓപ്ഷൻ സോൺ സെലക്ട് ചെയ്യാനുള്ള 1-2 ഓപ്ഷൻ കാണാം. ദെൻ അവൈലബിലിറ്റി സെറ്റ് എന്ന് പറയുന്നുണ്ട്. അവൈലബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അവൈലബിലിറ്റി സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ സെർവറെല്ലാം ഒരൊറ്റ ഡാറ്റാ സെൻറ്ററിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ആ ഡാറ്റാ സെൻറ്ററിനകത്ത് തന്നെ ഫോൾട്ട് ഡൊമൈൻ, അപ്ഡേറ്റ് ഡൊമൈൻ എന്ന് പറയുന്ന 2 കൺസെപ്റ്റ്. സോ അസ്യൂം ചെയ്യാം നമ്മുടെ ഡാറ്റാ സെൻറ്റർ ഒരു 3 ബിൽഡിങ്ങുള്ള ഡാറ്റാ സെൻറ്റർ ആണെന്നിരിക്കാം. ഫസ്റ്റ് ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള സെർവർ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഫ്ലോറിലെയും തേർഡ് ഫ്ലോറിലെയും സെർവറുകൾ റീസ്റ്റാർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അപ്ഡേറ്റ് വിൻഡോസ് അപ്ഡേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വേണ്ടി ആ സെർവറുകൾ ഷട്ട് ഡൗൺ ചെയ്യില്ല എന്ന് കരുതാം. അതുപോലെ ഫാൾട്ട് ഡൊമൈൻ, ഫസ്റ്റ് ഫ്ലോറിലെ സെർവറുകൾ എന്തെങ്കിലും പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാലും സെക്കൻഡ് ഫ്ലോറിലെയും തേർഡ് ഫ്ലോറിലെയും അത് എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ സെക്കൻഡ് ഫ്ലോറിൽ എന്തെങ്കിലും എഫക്റ്റ് വരികയാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറും തേർഡ് ഫ്ലോറും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ ഒരൊറ്റ ഡാറ്റാ സെൻറ്ററിൽ തന്നെ ആയിരിക്കും നമ്മുടെ സെർവർ. ഇത് മിക്കപ്പോഴും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്ന് കൂടുതൽ വെർച്വൽ മെഷീൻ നമ്മൾ ഒരു ഡാറ്റാ സെൻറ്ററിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു മെഷീന് ഒന്നില്ലെങ്കിൽ ഒരു ഡാറ്റാ സെൻറ്ററിൽ മീൻസ് ഒന്ന് കൂടുതൽ സെർവറുകൾ ഒരു റീജിയനിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സെർവർ ഒരു ഡാറ്റാ സെൻറ്ററിലും മറ്റൊരു സെർവർ മറ്റൊരു ഡാറ്റാ സെൻറ്ററിലും സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവൈലബിലിറ്റി സോൺ യൂസ് ചെയ്യാം. അവൈലബിലിറ്റി സെറ്റ് വെക്കുന്ന സമയത്ത് എല്ലാ സെർവറും ഒറ്റ ഡാറ്റാ സെൻറ്ററിൽ തന്നെ ആയിരിക്കും, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഡൊമൈൻ ഗ്രൂപ്പിലായിരിക്കും. വ്യത്യസ്തമായിട്ട് ഫാൾട്ട് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഫെയിലിയർ എന്തെങ്കിലും ഉണ്ടായാലും അത് രണ്ടും 2 ഡൊമൈൻ റീജിയനിലായിരിക്കുമ്പോൾ ഒരു സെർവർ ഗ്രൂപ്പ് ഡൗൺ ആയാലും നമ്മുടെ മറ്റൊരു സെർവർ
അപ്പായിരിക്കും. അതുപോലെ അപ്ഡേറ്റ് ഡൊമെയിൻ ഉണ്ട്. അപ്ഡേറ്റ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ വിൻഡോസിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാരണം സെർവർ റീസ്റ്റാർട്ട് ആവുകയാണെങ്കിലും നമ്മുടെ 2 സെർവറും 2 അപ്ഡേറ്റ് ഡൊമെയിനിലാണെങ്കിൽ അതിലൊരു സെർവർ എപ്പോഴും അപ്പ് ആൻഡ് റണ്ണിങ് ആയിരിക്കും. അതാണ് ഈ 2 കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ അവൈലബിലിറ്റി സെറ്റ് എടുക്കുന്നു. നമുക്കൊരു പേരും കൊടുക്കാം, സെറ്റ് എന്ന പേര് കൊടുക്കാം. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ 2 സെർവറുകളും ഫാൾട്ട് ഡൊമെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2ഉം ഒരൊറ്റ ഫാൾട്ട് ഡൊമെയിനിലാവും. അപ്പോൾ അവൈലബിലിറ്റി സെറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് കൊണ്ട് ഒരു ഉപകാരമില്ല. അതുകൊണ്ട് തന്നെ 1 എന്നുള്ള വാല്യൂ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ 2 അല്ലെങ്കിൽ 3 എന്നുള്ള വാല്യൂ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ 3 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 6 സെർവർ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ 2 എണ്ണം ഒരു ഫാൾട്ട് ഡൊമെയിനിലായിരിക്കും, മറ്റു 2 എണ്ണം അടുത്ത ഫാൾട്ട് ഡൊമെയിൻ, ദെൻ ലാസ്റ്റ് 2 വേറൊരു ഫാൾട്ട് ഡൊമെയിനിൽ. ആ ഒരു രീതിയിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ 1 കൊടുക്കുകയാണെങ്കിൽ ഈ 6ഉം ഒരൊറ്റ ഫാൾട്ട് ഡൊമെയിനിലോട്ടാണ് പോവാം. അത് അവർ സമ്മതിക്കില്ല, അത് എററായിട്ട് കാണിക്കും. സോ അതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ദെൻ ഏത് വെർഷൻ സെർവറാണ് അല്ലെങ്കിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. സോ വിൻഡോസിൻ്റെ R2 അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ഡാറ്റാ സെൻറ്റർ എഡിഷൻ ഇതെല്ലാം സെലക്ട് ചെയ്യാം. ദെൻ സ്പോട്ട് ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ അസൂർ സ്പോട്ട് ഇൻസ്റ്റൻസ് പറയുന്ന കൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ 2 രീതിയിൽ സെർവർ ലോഞ്ച് ചെയ്യാം. കാരണം ഈ സെർവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അസൂർ പ്രൊവൈഡ് ചെയ്യണം. സ്പോട്ട് ഇൻസ്റ്റൻസ് പറയുമ്പോൾ പൈസ കുറവായിരിക്കും. നമുക്ക് അവിടെ ഫ്രീ ആയിട്ടുള്ള വല്ല മെഷീൻ അല്ലെങ്കിൽ സെർവർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പൈസ കുറവായിരിക്കും. പക്ഷേ ഇത് കിട്ടണമെന്നില്ല. മീൻസ് ഓൾറെഡി വല്ല ഫ്രീ ആയിട്ടുള്ള മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്പോട്ട് ഇൻസ്റ്റൻസ് ലഭ്യമുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന പൈസയൊക്കെ കൂടുതൽ വേറൊരാൾ കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഷട്ട് ഡൗൺ ആയി പോകും, അവർക്കത് യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന ഒരു ഇതുണ്ട്. അതാണ് സ്പോട്ട് ഇൻസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ചില ക്രിട്ടിക്കലായിട്ടുള്ള ഒരുപാട് വലിയ കോൺഫിഗറേഷനിലെ സെർവറും എന്നാൽ സെർവർ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അസൂറിൻ്റെ സ്പോട്ട് ഇൻസ്റ്റൻസ് യൂസ് ചെയ്ത് വളരെ കോൺഫിഗറേഷനുള്ള സെർവർ വളരെ കുറഞ്ഞ പൈസക്ക് ലോഞ്ച് ചെയ്ത് റൺ ചെയ്യാൻ ശ്രമിക്കാം. ആരും യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസക്ക് ആ സെർവർ യൂസ് ചെയ്യാം. പക്ഷേ നോർമൽ യൂസിന് നമ്മൾ സാധാരണ ഇതിൽ സ്പോട്ട് ഇൻസ്റ്റൻസിലോട്ട് പോകില്ല. സോ ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. ദെൻ ഏത് കോൺഫിഗറേഷനാണ് വേണ്ടതെന്ന് ഇവിടെ ഞാൻ പറഞ്ഞത്, നമുക്ക് ഫ്രീ ട്രയലിൽ എല്ലാം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ ആ ഓപ്ഷൻസ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം, നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഇത് ലോഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ ഒരുപാട് കോൺഫിഗറേഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ഏകദേശം 342ഓളം കോൺഫിഗറേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയും ഗോയിങ് ഫോർവേഡ് ഒരുപാട് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് വേണ്ട സെലക്ട് ചെയ്യാം. ദെൻ ഒരു യൂസർ നെയിം പാസ്വേഡ് വേണം. സോ യൂസർ നെയിം ചില റെസ്ട്രിക്ഷൻ ഉണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ കീവേഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അഡ്മിൻ എന്നൊക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എറർ വരും, കാരണം ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ്. സോ ഞാൻ ഡെമോ എന്നുള്ളൊരു നെയിം കൊടുക്കുന്നു, യൂസർ നെയിം. തന്നെ ഒരു പാസ്വേഡ് മിനിമം ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മിനിമം 12 ക്യാരക്ടർ ആയിരിക്കണം, ഒരു ക്യാരക്ടർ അപ്പർ കേസ് ആയിരിക്കണം, അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദെൻ പബ്ലിക്കലി ആക്സസിബിൾ ആവണോ അല്ലേ വേണ്ട സെലക്ട് ചെയ്യാം. ദെൻ ഏതൊക്കെ പോർട്ട് വെച്ച് കണ്ട് ഈ സെർവറിനെ കണക്ട് ചെയ്യാമെന്നാണ് ഈ ഒരു ഓപ്ഷൻ. സോ ഞാൻ RDP കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ലൈസൻസ് ഉണ്ടോയെന്ന്, നമുക്ക് ഓൾറെഡി വിൻഡോസിൻ്റെ വല്ല ലൈസൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ നോ സെലക്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എറർ കാണാം. ഈ ഒരു കോൺഫിഗറേഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും നമുക്ക് RDP കണക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റും. അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബേസിക് ടാബിലാണ്. ദെൻ ഡിസ്ക് ഉണ്ട്, അതുപോലെ നെറ്റ്വർക്കിംഗ്, അങ്ങനെ ഓരോ ടാബ് ഉണ്ട്. സോ നെക്സ്റ്റ് ടാബിലോട്ട് വേണമെങ്കിൽ ഡിസ്ക് അടിക്കാം, അല്ലെങ്കിൽ റിവ്യൂ ആൻഡ് ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ സമ്മറിയിലോട്ട് പോകും, നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഇതുവരെയുള്ള സെലക്ട് ചെയ്ത കോൺഫിഗറേഷൻ്റെ ഒരു സമ്മറി അവിടെ കാണാം. ദെൻ നമുക്ക് ലോഞ്ച് ചെയ്യാൻ കഴിയും.
സോ ഞാൻ ബേസിക്കിലോട്ട് തന്നെ പോവാണ്. ദെൻ നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ അടുത്ത ടാബിലോട്ട് പോയി ഡിസ്ക്. ദെൻ ഏത് തരം ഡിസ്ക് ടൈപ്പാണ് വേണ്ടത്, സ്റ്റാൻഡേർഡ്, പ്രീമിയം. സോ പ്രീമിയം ആണ് OSന് റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ എൻക്രിപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ദെൻ നെറ്റ്വർക്കിംഗ്, ഇതൊന്നും ഇപ്പോൾ കോൺഫിഗർ ചെയ്യുന്നില്ല, ബൈ ഡിഫോൾട്ടിലെ സെലക്ഷൻ തന്നെ വെച്ച് നെക്സ്റ്റ് അടിക്കാവുന്നതാണ്. ദെൻ അഡ്വാൻസ്ഡ് സെക്ഷനിൽ നമുക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയർ, ഈ വെർച്വൽ മെഷീൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സോഫ്റ്റ്വെയർ വേണമെങ്കിൽ നമുക്കൊരു ആ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന വെർച്വൽ മെഷീനിൽ ആ സോഫ്റ്റ്വെയറും കൂടി ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാനൊന്നും സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ദെൻ ടാഗ്സ്. സോ ടാഗ്സിൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ വെർച്വൽ മെഷീൻ HR ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം, നമുക്ക് ടാഗ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ബില്ലിങ്ങിനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ ഫൈനലി റിവ്യൂ ആൻഡ് ക്രിയേറ്റ്. റിവ്യൂ ആൻഡ് ക്രിയേറ്റിൽ നമുക്ക് ഇതുവരെ സെലക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ്റെ ഒരു സമ്മറി കാണാം. സോ ഈ സെർവർ ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ മണിക്കൂർ 12 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്നതാണ്. സോ 12 രൂപ പറയുമ്പോൾ ഏകദേശം ഒരു ദിവസം 290 രൂപയോളം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവും. സോ ഫ്രീ ട്രയൽ കിട്ടണമെങ്കിൽ ആ ജസ്റ്റ് പറഞ്ഞ അതേ കോൺഫിഗറേഷനിൽ ലോഞ്ച് ചെയ്യണം. പക്ഷേ ഈ ഒരു കോൺഫിഗറേഷൻ ഇവിടെ വെച്ച് സെലക്ട് ചെയ്ത് ഫ്രീ ട്രയൽ ലോഞ്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അത് മാത്രമാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നോർമലി ഒരു ഓഫീസിൽ നമ്മൾ വെർച്വൽ മെഷീൻ ലോഞ്ച് ചെയ്യാൻ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് വെർച്വൽ മെഷീൻ. ദെൻ കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, വേണ്ട കോൺഫിഗറേഷനിൽ സെലക്ട് ചെയ്ത് റിവ്യൂ ആൻഡ് ക്രിയേറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് കൊടുക്കുന്നു. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെർച്വൽ മെഷീൻ ലോഞ്ച് ആവും. പക്ഷേ ഇപ്പോൾ ഫ്രീ ട്രയൽ കിട്ടാൻ അവിടെ അതേ കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് ഫ്രീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം സർവീസ്, ഫ്രീ സർവീസസ്. ഇത് യൂസ് ചെയ്ത് ലോഞ്ച് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. ഇവിടെ നമുക്ക് ആ ഒരു കോൺഫിഗറേഷൻ, ഫ്രീ ആയിട്ടുള്ള കോൺഫിഗറേഷൻ മാത്രമേ ലോഞ്ച് ചെയ്യാൻ ഇത് അനുവദിക്കുള്ളൂ. സോ ഇപ്പോൾ വിൻഡോസിൻ്റെ വെർച്വൽ മെഷീൻ ലോഞ്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്തത് നമ്മൾ ഫ്രീ സർവീസിലാണ്. ഇപ്പോൾ ഫ്രീ സർവീസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ ഫ്രീ ട്രയൽ അല്ലെങ്കിൽ ഫ്രീ വെർച്വൽ മെഷീനാണ് ലോഞ്ച് ചെയ്യുക. ഇതൊരു മാസം ഏകദേശം ഒരു മാസം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. സോ നമുക്കൊരു വെർച്വൽ മെഷീൻ വിൻഡോസിൽ ലോഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ നേരത്തെ കണ്ട പല കോൺഫിഗറേഷനും ഇപ്പോൾ ഇല്ല. നേരത്തെ നമുക്ക് ഏകദേശം 5-6 ടാബ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ ആ ഫ്രീ ട്രയലിൽ ഏതൊക്കെ കാര്യങ്ങളാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്കൊരു റിസോഴ്സ് ഗ്രൂപ്പ്. സോ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിസോഴ്സ് ഗ്രൂപ്പ് ഇവിടെ കാണാം, VM എന്ന് പറയുന്ന റിസോഴ്സ് ഗ്രൂപ്പ്. ദെൻ വെർച്വൽ മെഷീൻ നമുക്കൊരു പേര് കൊടുക്കാം. സോ നമുക്ക് VM എന്ന വെർച്വൽ മെഷീൻ അല്ലെങ്കിൽ VM1 എന്ന് കൊടുക്കാം. ദെൻ ഏത് റീജിയൻ, ഞാൻ പറഞ്ഞു എല്ലാ റീജിയനിലും ഫ്രീ സർവീസ് അവൈലബിൾ അല്ല. സോ ഇതിലേതെങ്കിലും റീജിയൻ നമുക്ക് സെലക്ട് ചെയ്യാം. സോ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സെലക്ട് ചെയ്യാം. ദെൻ സ്പോട്ട് ഇൻസ്റ്റൻസ് ആണോ എന്നുള്ള ഓപ്ഷൻ. ദെൻ ഏത് കോൺഫിഗറേഷനാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഇത് ഫ്രീ ട്രയലിൽ എനിക്ക് വരിക. ദെൻ ഒരു യൂസർ നെയിമും പാസ്വേഡും. അഡ്മിൻ എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഡെമോ. സോ 2 പാസ്വേഡ് മാച്ച് ആവണം. ദെൻ നേരത്തെ സെലക്ട് ചെയ്ത് തന്നെ അലോ സെലക്റ്റഡ് പോർട്ട്. ദെൻ RDP സെലക്ട് ചെയ്യുന്ന വിൻഡോസ് ലൈസൻസ് ഇല്ല. ദെൻ ഇവിടെ ഒരു ഓപ്ഷൻസ് കൂടി ഉണ്ട്, ഏത് വെർച്വൽ മെഷീനാണ് യൂസ് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാനിപ്പോൾ വിൻഡോസിൻ്റെ സെർവർ 2080 ഡാറ്റ സെൻറ്റർ എഡിഷനാണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് ടാഗിലോട്ട് പോകാം അല്ലെങ്കിൽ റിവ്യൂ ആൻഡ് ക്രിയേറ്റ് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് കാണാം ഓവറോൾ സമ്മറി. നമ്മൾ സെലക്ട് ചെയ്ത കോൺഫിഗറേഷൻ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഒന്നും ചാർജ് ചെയ്യില്ല എന്ന് കൃത്യമായിട്ട് കാണാം. ദെൻ ഈ കോൺഫിഗറേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതാണെന്ന് ഒരു വാർണിംഗ് മെസ്സേജാണ്. കാരണം RDP ഓപ്പൺ ആണ്. കാരണം നമ്മളൊരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലാണെങ്കിൽ എവിടെ നിന്ന് നമ്മുടെ സെർവർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇത്
ടെസ്റ്റിംഗ് എൻവയോൺമെൻറ്റിൽ മാത്രം റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് കാണാം. സോ നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. സോ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് ഡിപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ടായി. സോ ഇത് ഡിപ്ലോയ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സോ അതിൻ്റെ അപ്ഡേറ്റ് നമുക്കിവിടെ കാണാം. സോ നമ്മുടെ വെർച്വൽ മെഷീൻ ഡിപ്ലോയ്മെൻറ്റ് ഇൻ പ്രോഗ്രസ് ആണ്. ആ സബ്സ്ക്രിപ്ഷൻ പേ ആസ് യു ഗോ സബ്സ്ക്രിപ്ഷനാണ് സെലക്ട് ചെയ്ത് റിസോഴ്സ് ഗ്രൂപ്പ് വെർച്വൽ മെഷീൻ എന്ന അല്ലെങ്കിൽ VM എന്ന വെർച്വൽ മെഷീൻ ഗ്രൂപ്പിലാണ് ഇത് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. ദെൻ കുറച്ച് ലോഗ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. സോ നമ്മൾ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്, step2c.com. ഈ വെബ്സൈറ്റിൽ നമ്മൾ ഒരുപാട് ഫ്രീ ആൻഡ് പെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നൽകുന്നതാണ്. സോ ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രീ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സമയം കിട്ടുന്ന സമയത്ത് ജോയിൻ ചെയ്ത് നമുക്ക് കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പും ആക്റ്റീവാണിപ്പോൾ. സോ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. സോ നമ്മുടെ വെർച്വൽ മെഷീൻ ഏകദേശം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. സോ നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സർവീസ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സർവീസിൻ്റെ ഒരു ഐക്കൺ നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ പിങ് ടു ഡാഷ്ബോർഡ് കൊടുക്കാവുന്നതാണ്. സോ നമുക്കത് വെച്ച് വളരെ എളുപ്പം ഈ റിസോഴ്സിനെ ആക്സസ് ചെയ്യാം. സോ നമുക്കത് കൊടുത്തിടാം. ദെൻ നമുക്ക് നമ്മുടെ സെർവറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു IP അഡ്രസ്സ് വേണം. അത് കിട്ടാൻ ഏതർ ഗോ ടു റിസോഴ്സ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഹോം പേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഡാഷ്ബോർഡിലാണെങ്കിലും. ഇപ്പോൾ ഡാഷ്ബോർഡിലാണെങ്കിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഡാഷ്ബോർഡിൻ്റെ ഒരു ഐക്കൺ ഷോർട്ട് കട്ട് നമുക്ക് ഇവിടെ കാണാം. ഇത് ക്ലിക്ക് ചെയ്താലും അതേ പേജിലോട്ടാണ് പോകാം. അല്ലെങ്കിൽ നമ്മൾ ഓൾ റിസോഴ്സിൽ വെർച്വൽ മെഷീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ ആ വെർച്വൽ മെഷീൻ്റെ ഗ്രൂപ്പിൽ നമ്മുടെ റണ്ണിങ് മെഷീൻ കാണാം. ഇതേത് ടൈപ്പാണ്, കൂടാതെ അതിൻ്റെ സ്റ്റാറ്റസ്, ദെൻ ഏത് റിസോഴ്സ് ഗ്രൂപ്പിലാണ്, ഏത് ലൊക്കേഷനിലാണ്, അങ്ങനത്തെ ബേസിക് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ദെൻ അനദർ വേ എന്ന് പറയുന്നത് റിസോഴ്സ് ഗ്രൂപ്പ്. നമ്മളിപ്പോൾ നമ്മുടെ സർവീസ് വെർച്വൽ മെഷീൻ ഒരു റിസോഴ്സ് ഗ്രൂപ്പിലോട്ടാണ് ലോഞ്ച് ചെയ്ത്. ആ റിസോഴ്സ് ഗ്രൂപ്പിൽ തുറന്നാലും നമുക്ക് നമ്മുടെ സർവീസ് കാണാം. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ലോഞ്ച് ചെയ്ത് VM എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ VM തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇത്രയും സർവീസസ് നമ്മൾ വെർച്വൽ മെഷീൻ മാത്രമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് അതർ സർവീസസും കൂടി ഇപ്പോൾ റണ്ണിങ് ആണ്. അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. സോ നമുക്ക് VMലോട്ട് പോയേക്കാം. സോ ഈ സെർവർ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ആക്സസ് ചെയ്യാൻ നമുക്ക് ആകെ വേണ്ടത് ഈ IP അഡ്രസ്സാണ്. ദെൻ നമ്മുടെ ഒരു കോൺഫിഗറേഷൻ, നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ നമ്മൾ RDP ഓൾറെഡി അലോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടുന്ന് ആക്സസ് ചെയ്യാം. സോ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ AWSൽ ചെയ്ത പോലെ AWSൽ വിൻഡോസിൻ്റെ സെർവർ മെഷീൻ ലോഞ്ച് ചെയ്യുന്ന വീഡിയോ ഉണ്ടോ അറിയില്ല. സോ നോർമലി വിൻഡോസിൻ്റെ വെർച്വൽ മെഷീനെ ആക്സസ് ചെയ്യാൻ നമ്മൾ RDP എന്ന് പറയുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുക. RDP റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ IP അഡ്രസ്സ് ഏത് മെഷീനാണോ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ IP അഡ്രസ്സ് കൊടുക്കുക.
ദെൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. സോ ഞാൻ ഈ ഒരു ഡിഫറെൻ്റ് അക്കൗണ്ട് മീൻസ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മൾ നമ്മുടെ സെർവറിൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കാണാൻ പറ്റും 2 ഡിസ്കാണുള്ളത്. ഏകദേശം 30 GB സി ഡ്രൈവിലും ദെൻ ഏകദേശം 30 GB ഡി ഡ്രൈവിലായിട്ടുള്ള 2 ഡിസ്കല്ലേ. സോ ഇങ്ങനെയാണ് നമ്മളൊരു വെർച്വൽ മെഷീൻ അസൂറിൽ ലോഞ്ച് ചെയ്യുന്നത്. AWSലാണെങ്കിലും അസൂറിലാണെങ്കിലും വെർച്വൽ മെഷീൻ, വിൻഡോസിൻ്റെ വെർച്വൽ മെഷീൻ കണക്ട് ചെയ്യാൻ വേണ്ടി RDP കണക്ഷനാണ് യൂസ് ചെയ്യുക. പക്ഷേ പാസ്വേഡ് AWSലാണെങ്കിൽ പാസ്വേഡ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് ഒരു കീ യൂസ് ചെയ്ത് ഡിക്രിപ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുക. ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നമ്മൾ ഏത് കീ ആണ് അല്ലെങ്കിൽ ഏത് പാസ്വേഡാണ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത് ആ ഒരു പാസ്വേഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ ഒരു സാധാരണ മെഷീൻ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.